നമസ്കാരം. ഇന്നത്തെ ഈ ചരിത്ര വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ട് പഴകിയ ഒരു വലിയ തെറ്റിദ്ധാരണ മാറ്റാനാണ് നാം ഇന്ന് ശ്രമിക്കുന്നത്. അതായത്, പെട്ടെന്നുള്ളൊരു സൈനിക അധിനിവേശത്തിലൂടെയാണ് ഇസ്ലാം ലോകമെങ്ങും വ്യാപിച്ചത് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ടല്ലേ? എന്നാൽ ഭൂമിയിലെ ഏറ്റവും കഠിനമായ കാലാവസ്ഥയുള്ള കൊടും തണുപ്പുള്ള സൈബീരിയയിൽ ഇസ്ലാം എങ്ങനെയാണ് വേരുറപ്പിച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ ആ ധാരണ ശരിക്കും തിരുത്തപ്പെടും. ഈ കിടിലൻ ചരിത്രയാത്ര നമുക്കൊന്ന് തുടങ്ങിയാലോ? ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. 1300-ലധികം വർഷങ്ങളെ ഉൾക്കൊള്ളുന്ന 5 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോകുന്നത്. ആദ്യകാല അതിർത്തി, വ്യാപാരികളും ഖാൻമാരും, സിബിർ ഖാനേറ്റ്, റഷ്യൻ അധിനിവേശം, പിന്നെ ഒടുവിൽ അതിജീവനവും ആധുനിക പുനരുജ്ജീവനവും. ഒന്നാമത്തെ വിഭാഗം, ആദ്യകാല സൈബീരിയൻ അതിർത്തി. ഇസ്ലാമിക സ്വാധീനം അവിടെ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. യുറൽ പർവ്വതനിരകൾ മുതൽ പസഫിക് സമുദ്രം വരെ നീണ്ടുകിടക്കുന്ന കൊടും തണുപ്പുള്ള അതിവിശാലമായ ഒരു പ്രദേശമാണിത്. നോക്കൂ, ഇസ്ലാം വരുന്നതിനു മുമ്പ് ഇവിടെ ആരായിരുന്നു ജീവിച്ചിരുന്നത് എന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. ഖാന്തി, മാൻസി, യാഗുത്ത് തുടങ്ങിയ തദ്ദേശീയരായ നാടോടി ഗോത്രങ്ങളായിരുന്നു ഇവിടെയുണ്ടായിരുന്നത്. പ്രകൃതി, മൃഗങ്ങൾ, നദികൾ, ആകാശം എന്നിവയുമായി ആഴത്തിൽ ബന്ധപ്പെട്ട ആത്മാക്കളിൽ വിശ്വസിക്കുന്ന ഷാമനിസവും പ്രകൃതി ആരാധനയുമാണ് അവർ പ്രധാനമായും പിന്തുടർന്നിരുന്നത്. അതായത്, മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള വളരെ ആഴത്തിലുള്ള ബന്ധം. ഇനി ഇസ്ലാമിന്റെ ആദ്യത്തെ കടന്നുവരവ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അതൊരിക്കലും ആയുധങ്ങളിലൂടെയുള്ള ഒരു ആക്രമണമായിരുന്നില്ല കേട്ടോ. മറിച്ച് 7-ാം നൂറ്റാണ്ടിനു ശേഷം മധ്യേഷ്യയിൽ നിന്നുള്ള വ്യാപാരികൾ വടക്കോട്ട് യാത്ര ചെയ്യുകയും സിൽക്കിനും ആയുധങ്ങൾക്കും പകരമായി മൃഗങ്ങളുടെ രോമങ്ങളും കുതിരകളും മറ്റും കൈമാറ്റം ചെയ്യുകയും ചെയ്തു. ഈ വാണിജ്യബന്ധങ്ങളിലൂടെ പുതിയ ആശയങ്ങളും തത്വചിന്തകളും വളരെ പതുക്കെ ആ തണുത്തുറഞ്ഞ പ്രദേശത്തേക്ക് കടന്നുവരികയായിരുന്നു. രണ്ടാമത്തെ വിഭാഗം, വ്യാപാരികൾ, മംഗോളിയർ, ഖാൻമാർ. ചെറിയ വ്യാപാര ബന്ധങ്ങളിലൂടെ ആരംഭിച്ച ഈ മാറ്റം യുറേഷ്യയിലുടനീളം എങ്ങനെ ഒരു വലിയ സാംസ്കാരിക പരിവർത്തനമായി മാറിയെന്ന് നമുക്കിനി നോക്കാം. ഇസ്ലാമിന്റെ വ്യാപനം ഒറ്റയടിക്ക് സംഭവിച്ച ഒന്നല്ല. 10-ാം നൂറ്റാണ്ടിൽ വോൾഗ ബൾഗരുകൾ ഔദ്യോഗികമായി ഇസ്ലാം സ്വീകരിച്ചത് ഇതിലൊരു വലിയ വഴിത്തിരിവായി. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ മംഗോൾ സാമ്രാജ്യത്തിന്റെ വലിയ വ്യാപാര ശൃംഖലകൾ ഈ സാംസ്കാരിക കൈമാറ്റങ്ങളെ സൈബീരിയയുടെ ഉൾഭാഗങ്ങളിലേക്ക് വളരെ പതുക്കെ എത്തിച്ചു. വാണിജ്യപാതകളിലൂടെ ആശയങ്ങളും സഞ്ചരിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് 13-13-ാം വർഷമാണ്. ഉസ്ബെക് ഖാൻ എന്ന ഭരണാധികാരി ഔദ്യോഗികമായി ഇസ്ലാം മതം സ്വീകരിച്ചത് ഈ വർഷത്തിലാണ്. ഇതോടെ ശക്തമായ ഗോൾഡൻ ഹോർഡ് സാമ്രാജ്യത്തിലെയും അതിലെ തുർക്കിക് ഗോത്രങ്ങൾക്കിടയിലും പ്രധാന മതമായി ഇസ്ലാം മാറി. സത്യത്തിൽ സൈബീരിയയുടെ ഭാവിയെ വലിയ രീതിയിൽ സ്വാധീനിച്ചൊരു സംഭവം കൂടിയായിരുന്നു ഇത്. മൂന്നാമത്തെ വിഭാഗം, സിബിർ ഖാനേറ്റ്. കാലക്രമേണ ഗോൾഡൻ ഹോർഡ് സാമ്രാജ്യം തകർന്നു. അപ്പോൾ പുതിയ രാഷ്ട്രീയ ശക്തികൾ ഉയർന്നുവരികയും അത് പടിഞ്ഞാറൻ സൈബീരിയയിലെ വളരെ പ്രധാനപ്പെട്ട സിബിർ ഖാനേറ്റ് എന്ന മുസ്ലിം ഭരണകൂടത്തിന്റെ ഉദയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ വളരെ അമ്പരിപ്പിക്കുന്ന ഒരു വസ്തുത കേൾക്കാൻ തയ്യാറായിക്കോളൂ. ലോകപ്രശസ്തമായ തണുത്തുറഞ്ഞ ഈ വലിയ ഭൂപ്രദേശത്തിന് സൈബീരിയ എന്ന പേര് ലഭിച്ചത് തന്നെ ഈ മുസ്ലിം ഭരണകൂടമായ സിബിർ ഖാനേറ്റിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾ സൈബീരിയ എന്നു പറയുമ്പോഴെല്ലാം ഈ പഴയ ഇസ്ലാമിക ഭരണകൂടത്തെയാണ് ശരിക്കും ഓർമ്മിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ അധികാരത്തിലിരുന്ന കുച്ചും ഖാൻ എന്ന ശക്തനായ ഭരണാധികാരിയുടെ കീഴിൽ ഈ പ്രദേശം ഇസ്ലാമിനെ വെറുതെ അംഗീകരിക്കുക മാത്രമല്ല ചെയ്തത്. അദ്ദേഹം മധ്യേഷ്യയിൽ നിന്ന് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ക്ഷണിച്ചു വരുത്തുകയും പ്രാദേശിക ഗോത്രങ്ങൾക്കിടയിൽ ഇസ്ലാമിക വിദ്യാഭ്യാസത്തെ വളരെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതോടെ അവിടെ ഇസ്ലാമിക സംസ്കാരം കൂടുതൽ ആഴത്തിൽ വേരുറപ്പിച്ചു. നാലാമത്തെ വിഭാഗം, റഷ്യൻ അധിനിവേശം. സൈബീരിയ സാംസ്കാരികമായി ഏറെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ സാമ്രാജ്യത്വ വിപുലീകരണത്തിന്റെ ഭാഗമായി അതിവേഗം വളർന്നുകൊണ്ടിരുന്ന റഷ്യൻ ഭരണകൂടവുമായി അവർ ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയായിരുന്നു. ഒഴിവാക്കാനാവാത്ത ഒരു വലിയ സംഘർഷമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സമ്പന്നരായ റഷ്യൻ വ്യാപാരികളുടെ പിന്തുണയുള്ള കോസാക്ക് നേതാവായ യെർമാക്കിനെതിരെ തന്റെ പ്രദേശം സംരക്ഷിക്കാൻ ഖുച്ചും ഖാൻ നടത്തുന്ന തീവ്രമായ പോരാട്ടമാണത്. ഇത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, 2 വലിയ സംസ്കാരങ്ങൾ തമ്മിലുള്ള പോരാട്ടം തന്നെയായിരുന്നു. അങ്ങനെ 1582-ൽ യെർമാക് കുച്ചും ഖാനെ പരാജയപ്പെടുത്തി. ഈ പരാജയം റഷ്യൻ അധിനിവേശത്തിന്റെയും
കോളനിവൽക്കരണത്തിന്റെയും സംഘർഷഭരിതവുമായ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. സിബിർ ഖാനേറ്റിന്റെ തകർച്ചയായിരുന്നെങ്കിലും ഇസ്ലാം അവിടെ പൂർണ്ണമായി അവസാനിച്ചില്ല എന്നതാണിതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അധികാരത്തിന്റെ വലിയ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഉദാഹരണത്തിന് 18-ാം നൂറ്റാണ്ടിൽ മഹതിയായ കാതറിൻ തന്ത്രപരമായ മതസഹിഷ്ണുത കാണിക്കുകയും മുസ്ലിം ഭരണസമിതികൾ സ്ഥാപിക്കാൻ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ 20-ാം നൂറ്റാണ്ടിലെ സോവിയറ്റ് ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കഥ മാറി. അവർ പള്ളികൾ അടച്ചുപൂട്ടുകയും മതപഠനം നിരോധിക്കുകയും മതനേതാക്കളെ ക്രൂരമായി വേട്ടയാടുകയും ചെയ്തു. അഞ്ചാമത്തെയും അവസാനത്തെയും വിഭാഗം: അതിജീവനവും ആധുനിക പുനരുജ്ജീവനവും. സോവിയറ്റ് യൂണിയന്റെ കടുത്ത അടിച്ചമർത്തലുകൾ ഉണ്ടായിരുന്നിട്ടും വിശ്വാസം പൂർണ്ണമായി ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആളുകൾ തങ്ങളുടെ വീടുകൾക്കുള്ളിൽ വിശ്വാസം വളരെ രഹസ്യമായി കാത്തുസൂക്ഷിച്ചു. അങ്ങനെ 1991 വന്നെത്തി. സോവിയറ്റ് യൂണിയന്റെ പൂർണ്ണമായ തകർച്ച സംഭവിച്ചു. ഇതോടെ മതപരമായ അടിച്ചമർത്തലുകൾ എന്നേക്കുമായി ഇല്ലാതാവുകയും സൈബീരിയയിലും റഷ്യയുടെ മറ്റു ഭാഗങ്ങളിലും ഊർജ്ജസ്വരമായ ഒരു സാംസ്കാരിക പുനരുജ്ജീവനത്തിന് ഇത് വലിയൊരു വഴി തുറക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു പുലരിയായിരുന്നു അത്. ഇന്ന് ആ പ്രാചീനമായ സാംസ്കാരിക വേരുകൾ സൈബീരിയയിലുടനീളമുള്ള പല തുർക്കിക് വംശജർക്കും, പ്രത്യേകിച്ച് സൈബീരിയൻ ടാറ്ററുകൾക്ക്, ഒരു പുതിയ സാംസ്കാരിക സ്വത്വമായി മാറിയിരിക്കുകയാണ്. പള്ളികൾ തുറന്നതും മതവിദ്യാഭ്യാസം പുനരാരംഭിച്ചതും ഈ സമൂഹം തങ്ങളുടെ മതപരമായ സ്വാതന്ത്ര്യം തിരികെ നേടിയതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പോൾ സൈബീരിയയിലെ ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതെന്താണ്? ചരിത്രം വെറും വാളുകൾ കൊണ്ടോ യുദ്ധങ്ങൾ കൊണ്ടോ മാത്രമല്ല സൃഷ്ടിക്കപ്പെടുന്നത് എന്നതാണ്. ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിൽ പോലും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആശയങ്ങളുടെയും മനുഷ്യന്റെ അചഞ്ചലമായ അതിജീവനശേഷിയുടെയും കൂടി കഥയാണിത്. പെട്ടെന്നുണ്ടായ ഒരു അധിനിവേശമല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ നീണ്ട ഒരു സാംസ്കാരിക അതിജീവനമായിരുന്നു അത്. ഇന്നത്തെ ഈ ചരിത്ര വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങൾക്കായി നൽകുകയാണ്. ഭൂമിയിലെ ഏറ്റവും കഠിനമായ സ്ഥലങ്ങളിൽ പോലും സംസ്കാരങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ഈ അതിജീവനം എങ്ങനെയാണ് തിരുത്തിയെഴുതുന്നത്? മനുഷ്യന്റെ അതിജീവനശേഷിയുടെ വിസ്മയിപ്പിക്കുന്ന കരുത്തിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നില്ലേ? നമ്മളിന്ന് പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെന്ന് കരുതുന്നു. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير.